നിങ്ങൾ കണ്ടോ? ഈ അടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ചു. എന്താണ് വായിച്ചത്? 20 കോടി ഉറുപ്പികയുടെ പാമ്പ് വിഷം പിടിച്ചു. അപ്പൊ മനസ്സിലായി പാമ്പ് വിഷത്തിന് ഇത്ര വലിയ വിലയുണ്ട്. അല്ലാഹു ലോകത്തൊരു വസ്തുവും വെറുതെ പടച്ചിട്ടില്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا. ചിന്തയുള്ള മനുഷ്യന്മാർ ആകാശങ്ങളെ സംബന്ധിച്ചും ഭൂമികളെ സംബന്ധിച്ചും സൂര്യനെ സംബന്ധിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സുബ്ഹാനല്ലാഹ് സർവ്വ സൃഷ്ടികളെ സംബന്ധിച്ചും ഭൂമിയെക്കുറിച്ചും ഭൂമിയിലുള്ളതിനെ കുറിച്ചുമൊക്കെ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ജനങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ട് പറയുന്നു റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, ഇത് നീ നിരർത്ഥകമായി പടച്ചതല്ല, ഇതൊക്കെയും പടച്ചതിന്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ട്, ഇതിനൊക്കെ ആവശ്യങ്ങളുണ്ട്. എന്നാൽ ഈ വസ്തുക്കളെ മുഴുവനും പടച്ചത് ചെറുപ്പക്കാരാ മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ്. മനുഷ്യനെ അല്ലാഹ് ആദരിച്ചതാണ്. ആ മനുഷ്യന് വേണ്ടി എല്ലാം പടച്ചു. ആനയെ പോറ്റുന്ന മനുഷ്യരുണ്ട്, മനുഷ്യനെ പോറ്റുന്ന ആനയില്ല. സിംഹത്തെ പോറ്റുന്ന മനുഷ്യരുണ്ട്, മനുഷ്യനെ പോറ്റുന്ന സിംഹമില്ല. പാമ്പിനെ പോറ്റുന്ന മനുഷ്യരുണ്ട്, മനുഷ്യനെ പോറ്റുന്ന പാമ്പില്ല. എല്ലാം മനുഷ്യന് വേണ്ടി പഠിച്ചു. മനുഷ്യനെ എല്ലാറ്റിന്റെയും അധികാരസ്ഥനാക്കി. ആ റബ്ബ് നമ്മളെ എന്തിനു പഠിച്ചു? എല്ലാം പഠിച്ചത് നമുക്ക് വേണ്ടി. നമ്മളെ എന്തിനു പഠിച്ചു? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ആരാധന നടത്താൻ വേണ്ടി തന്നെ പഠിച്ചു. അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്താണ്? നമ്മളെ ഡ്യൂട്ടി അല്ലാഹുവിന് ഇബാദത്ത് എടുക്കലാണ്. ആ ഇബാദത്ത് എടുക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണം. ജീവിക്കാൻ വേണ്ടി ജോലിയെടുക്കണം ചെറുപ്പക്കാരെ. ജീവിക്കാൻ വേണ്ടി ബിസിനസ് നടത്തണം സഹോദരന്മാരെ. അതൊന്നും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏറ്റവും ഖൈറായ ഭക്ഷണമാണ് തൊഴിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളിയുടെ ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബിസിനസ് നടത്തുന്നവനെ സംബന്ധിച്ച് അമ്പിയാക്കളെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളെ കൂടെയാണ്. ആര്? സത്യസന്ധനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ. ചതിക്കുന്നവനല്ല, വഞ്ചിക്കുന്നവനല്ല. മുതലാളിയെ വഞ്ചിക്കാതെ തൊഴിലെടുക്കുന്ന തൊഴിലാളിയെ വഞ്ചിക്കാതെ, ഒരു കക്ഷിയെയും വഞ്ചിക്കാതെ ബിസിനസ് നടത്തുന്ന മുതലാളി. എല്ലാം റബ്ബ് സ്വീകരിച്ചവര് തന്നെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വിശ്വസ്തനും സത്യസന്ധനുമായി ബിസിനസ് നടത്തുന്നവൻ നബിമാരുടെ കൂടെയാണ്, ശുഹദാക്കളെ കൂടെയാണ്, സിദ്ദീഖീങ്ങളെ കൂടെയാണ്. ചതിച്ചാൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് ധാന്യം വിൽക്കുന്നത് കണ്ടു. വിൽക്കുന്ന ധാന്യത്തിന്റെ അടുത്ത് പോയി കൈ അങ്ങനെ തന്നെ ആ ചാക്കിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ പാക്കറ്റിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആ ധാന്യം സൂക്ഷിച്ച സ്ഥലത്ത് അതിന്റെ കൂമലിന്റെ ഉള്ളിലേക്ക് കൈ അല്ലാഹുവിന്റെ റസൂലങ്ങ് പ്രവേശിപ്പിച്ചു. അടിയിൽ നിന്ന് ധാന്യം വാരിയെടുത്തു. നനഞ്ഞ ധാന്യം. എന്താണെടോ നനഞ്ഞ സാധനം വിൽക്കുന്നു? നബിയെ, മഴ പെയ്തപ്പോൾ നനഞ്ഞു പോയതാണ്. ഉടനെ തന്നെ അവിടുത്തെ ചോദ്യം, നനഞ്ഞത് നിനക്ക് മേലെ ഇട്ടുകൂടായിരുന്നോ? ചുവടെ നനഞ്ഞത് വെച്ച് മേലെ ഉണങ്ങിയത് വെച്ച് വിൽക്കുകയല്ലേ നീ? സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും ചില കച്ചവടക്കാരെ കാണാം, നാരങ്ങ കച്ചവടം. റോഡുകൊള്ള മുഖമാക്കിയിട്ട് നല്ല നാരങ്ങ, നല്ല ആപ്പിള്, നല്ല പേരക്ക. സുബ്ഹാനല്ലാഹ്, 1 കിലോ വാങ്ങി വീട്ടിലെത്തി നോക്കിയാൽ മുഴുവനും കേടുള്ളത്. പിന്നെന്ന് വലിച്ചതാണ്.
മുന്നിലൊക്കെയും നല്ലതാണ്. ഈ ഒരു സ്വഭാവം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ വസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ചതിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. സഹോദരന്മാര്, ജോലി വേണം, ബിസിനസ് വേണം, ഒക്കെ വേണം. അതെല്ലാം ജീവിക്കാനാണ്. ജീവിക്കുന്നത് എന്തിനാണ്? അത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാനാണ്. ആ ഇബാദത്തിന്റെ രംഗത്ത് ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് പ്രായമുള്ളവരെക്കാൾ ചെറുപ്പക്കാരാണെന്ന് ഞാൻ എന്റെ യുവാക്കളോട് പറയുന്നു. എന്റെ കാരണവന്മാരോട് പറയല്ല, അത് കേടായി പോകുമോ എന്നറിയില്ല. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ എന്റെ പ്രായം ചെന്ന ആളുകൾ, കാരണവന്മാർ എന്നെ പിടികൂടരുതെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ കാരണവന്മാരോട് പറയട്ടെ, യുവാക്കൾക്കാണ് ഡ്യൂട്ടി എടുക്കേണ്ടത്. യുവത്വത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി എടുക്കേണ്ടതെന്ന് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞതുകൊണ്ട്, ഓ പ്രായമുള്ള കാരണവന്മാരെ, നിങ്ങൾ ഡ്യൂട്ടി നിർത്തരുത് കേട്ടോ. നമ്മൾ പോകുന്നതിന് മുമ്പ് എത്രത്തോളം നമുക്ക് ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്യാൻ കഴിയുമോ, എത്രത്തോളം നമുക്ക് പ്രവർത്തിക്കാൻ, ഇബാദത്തെടുക്കാൻ കഴിയുമോ, അതല്ലേ നമ്മുടെ സമ്പാദ്യം. ഖൈറുക്കും മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ദീർഘായുസ് ലഭിക്കുകയും നല്ല പ്രവൃത്തി ധാരാളം ചെയ്യാൻ തൗഫീഖ് ലഭിക്കുകയും ചെയ്തവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർ ചിന്തിക്കേണ്ടത് ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെയാണ്. ഇബ്നു നബാത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞത് എന്താണ്? താടിയും തലയുമൊക്കെ നരച്ചു തുടങ്ങിയില്ലേ മനുഷ്യ? ഈ പാവപ്പെട്ട എന്നോട് പറയേണ്ട വാക്കാണത്. എനിക്ക് നരച്ചു തുടങ്ങിയിട്ടുണ്ട്. നരച്ചു തുടങ്ങിയവരോട് ഇബ്നു നബാത്തുൽ മിസ്രി തങ്ങളെ ആരവകൾ പറഞ്ഞു, മോനെ നീ വാഴക്ക കണ്ടിട്ടില്ലേ? വാഴയുടെ മേലെയുള്ള, നേന്ത്രവാഴയുടെ മേലെയുള്ള, മൈസൂർ വാഴയുടെ മേലെയുള്ള, അതുപോലുള്ള വാഴയുടെ മേലെയുള്ള വാഴക്ക കണ്ടിട്ടില്ലേ? ആ പച്ചക്കായ പച്ചക്കളറിൽ നിൽക്കുമ്പോ അതിന്റെ തോലിന് മഞ്ഞ കളർ വന്നാൽ അത് ഇരിഞ്ഞെടുക്കാൻ സമയമായി എന്നതിന്റെ തെളിവല്ലയോ? കൊല കൊത്തിയെടുക്കാനായി എന്നതിന്റെ തെളിവല്ലയോ? അതുപോലെ നിന്റെ താടിയിലും മീശയിലും തലയിലുമൊക്കെ രോമത്തിന്റെ കളറ് മാറിയെങ്കിൽ പറിക്കാൻ അടുത്തായി എന്നതിന്റെ തെളിവാണ് കേട്ടോ. പറിക്കുന്നതിന് മുമ്പ് പരമാവധി സമ്പാദിക്കാൻ നോക്കൂ. ചെറുപ്പക്കാരെ വിളിച്ച് ഇബ്നു നബാത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞു, ഓ ചെറുപ്പക്കാരാ, പച്ചക്കായ ഇരിഞ്ഞെടുക്കുന്നത് നീ കണ്ടിട്ടില്ലേ? മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? നീ അതുപോലെ ഒരുപാട് വസ്തുക്കൾ പച്ചയായ പച്ചമാങ്ങ തച്ചിടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നിന്റെ യുവത്വത്തിലും നിനക്ക് മരണം സംഭവിക്കാം കേട്ടോ. കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ മക്കളെ, ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ അതാ മിടിയിട്ട് വരുമ്പോ ഈച്ച കുത്തി പോകുന്നത് കണ്ടിട്ടില്ലേ? ചെറിയ സാധനങ്ങൾ അതാ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടിട്ടില്ലേ? ഏത് സമയത്തും മരണമാകാം. പോകാനൊരുങ്ങി ജീവിച്ചവൻ വിജയിച്ചവൻ തന്നെ. സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. ഓ ചെറുപ്പക്കാരാ, വളരെ മുസീബത്ത് പിടിച്ചൊരു സാധനമുണ്ട്. വലിയ ഉപകാരമുള്ളൊരു സാധനമാണ്. വലിയ മുസീബത്ത് പിടിച്ചൊരു സാധനമുണ്ട്. വലിയ ഉപകാരമുള്ളൊരു സാധനമാണ്. ഈ സാധനമാണത്. മൊബൈൽ ഫോൺ എന്നാണ് അതിന്റെ പേര്. സുബ്ഹാനല്ലാഹ്, കടുത്ത തോന്നിവാസം ചെയ്യേണ്ടവന് അതിനാവശ്യമായതെല്ലാം ഇതിൽ കിട്ടും. സുബ്ഹാനല്ലാഹ്, അത്യാവശ്യത്തിന് വേണ്ടി വന്നാൽ ഹജ്ജിന് പോയവനെ വിളിച്ച് മക്കയിലേക്ക് സംസാരിക്കാനും പറ്റും. വല്ലാത്ത ഉപകാരമുണ്ട്, വല്ലാത്ത ശല്യവുമുണ്ട്. ലുഖ്മാനുൽ ഹക്കീം തങ്ങളോട് പറഞ്ഞു, മൂപ്പരോട് ഒരു കാലത്ത് മൂപ്പര മുതലാളി പറഞ്ഞു, നീ ഏറ്റവും നല്ല സാധനം കൊണ്ടുവരണം ആട്ടിനെ അറുത്തിട്ട്. സുബ്ഹാനല്ലാഹ്, ലുഖ്മാനുൽ ഹക്കീം തങ്ങള് ആട്ടിന്റെ നാവും ആട്ടിന്റെ ഹൃദയവും എടുത്തുകൊണ്ട് കൊടുത്തു. ഏറ്റവും നല്ല സാധനം
പിന്നീട് പറഞ്ഞു, നീ ഒരാട്ടിനെ അറുത്തിട്ട് ഏറ്റവും മോശമുള്ളത് കൊണ്ടുവരണം. മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ അപ്പോഴും കൊണ്ടക്കൊടുത്തു, ഹൃദയവും നാവും കൊണ്ടക്കൊടുത്തു. മനുഷ്യന്റെ ഹൃദയം നന്നായാൽ ഇത്ര നല്ലൊരു സാധനം ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കൂന്ന് ഞാൻ പറഞ്ഞില്ലേ. ചീത്തയായാലോ ഇത്ര മോശമായൊരു സാധനം. ഈമാനിന് പകരം കുഫർ, സുന്നത്തി ജമാഅത്തിന് പകരം പുത്തൻവാദം, സുബ്ഹാനല്ലാഹ് വിനയത്തിന് പകരം കിബിർ, അതുപോലെ തന്നെ സന്തോഷത്തിന് പകരം അസൂയ, അങ്ങനെ തുടങ്ങി എല്ലാ കെട്ടുനാറുന്ന വസ്തുവും ഹൃദയത്തിൽ നിൽക്കും. അതുപോലെ തന്നെ നാവ് നന്നായാൽ എപ്പോഴും ദിക്റ്, സലാത്ത്, ഖുർആനോത്ത്, നല്ലത് സംസാരം. മോശമായാലോ, മോശമായ ചീത്ത പറയല്, തെറി പറയല്, കുറ്റം പറയല്, സുബ്ഹാനല്ലാഹ് മോശമായ വാക്ക്, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്, കളവ്. രാജാവ് ചോദിച്ചു, എന്തേ നീ ഇന്നാൾ നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും കൊണ്ടുവന്ന് സാധനം ഒന്ന്, ഇപ്പൊ മോശമായത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അപ്പോഴും കൊണ്ടുവന്ന ഒരേ സാധനം. രാജാവേ, ഇത് ഏറ്റവും നല്ലതുമാണ്, ഏറ്റവും ചീത്തയുമാണ്. ഇതുപോലെയല്ലേ മൊബൈൽ ഫോണിന്റെ കഥ. ഏറ്റവും മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു സാധനം, ഏറ്റവും നല്ല ഉപകാരമുള്ള സാധനം. ഓ ചെറുപ്പക്കാരാ, ഇത് നിനക്ക് അല്ലാഹു തന്നത്, നിനക്കിതിൽ നിന്ന് അതാ വേണ്ടാത്ത പാട്ട് കേൾക്കാനല്ല, വേണ്ടാത്ത ചിത്രം നോക്കാൻ ല്ല, വേണ്ടാത്തത് ആസ്വദിക്കാനല്ല, ഉറങ്ങുന്ന സമയത്ത് ഇതിന്റെ ട്യൂണും കേട്ട് കിടന്നുറങ്ങാനല്ല. ഉറങ്ങുന്ന സമയത്ത് നീ ആയത്തുൽ കുർസി ഓതിക്കിടക്കൂ, അതുപോലെ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങൂ, നീ ഖുർആൻ ഓതിക്കിടക്കൂ, നീ ദിക്ർ ചൊല്ലിക്കിടക്കൂ, ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലൂ, ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലൂ, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലൂ. 100 ദിക്ർ. നീ ഇതാ നിന്റെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമാണ് ഉറക്കിന്റെ സമയം. ഇതുവരെയുള്ള കർമ്മങ്ങളൊക്കെ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമാണ്. വരവുണ്ട്, ചെലവുണ്ട്. രാവിലെ മുതലേ നീ ചെയ്ത തെറ്റുകൾ ചെലവിന്റെ ഇനത്തിലാണ്, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ വരവിന്റെ ഇനത്തിലാണ്. ഏതാണ് തൂങ്ങുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഉറങ്ങാൻ കിടക്കുന്ന സമയമല്ലേ. 1000 പ്രതിഫലം കിട്ടുന്ന ഒരു 100 ദിക്ർ, ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് കിടന്നാൽ നിന്റെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയത്ത് 1000 പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടോ. ദിക്റും ഖുർആനുമായി കിടന്നുറങ്ങുക, ട്യൂണും കേട്ട് കിടന്നുറങ്ങല്ലേ ചെറുപ്പക്കാരാ. വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് മോട്ടോർ സൈക്കിൾ, വളരെ ഉപകാരമുള്ള 2 വീലർ. കാരണം ചെറിയ ചെലവ് കൊണ്ട് വളരെ പെട്ടെന്ന് പോയി വരാൻ കഴിയും. വളരെ മുസീബത്ത് പിടിച്ചൊരു സാധനമാണ് 2 വീലർ. കാരണം അതിന്റെ മോള് കയറുമ്പോ തന്നെ ഒരു കിബിർ കുറച്ചിങ് വരും, അങ്ങനെ കുതിരപ്പുറത്ത് കയ്യ മാതിരി കുറച്ച് കിബിർ അപ്പൊ തന്നെ വരും. പിന്നെ സുബ്ഹാനല്ലാഹ് മത്സരിച്ച് ഓട്ടം. പിന്നെ അതിന്റെ മോളിൽ എന്താ ചെയ്യേണ്ടത്, കളിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല ചില ചെറുപ്പക്കാർ കുട്ടികൾക്ക്. ഇവിടെ ഒന്നും അങ്ങനത്തെ തമ്മാടി കുട്ടികൾ ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കുന്നു. അഹങ്കാരം. എന്നിട്ട് എവിടെയെങ്കിലും പോയി ആക്സിഡന്റ് ആയി മരിച്ചു, അല്ലെങ്കിൽ കാല് പൊട്ടി, കൈ പൊട്ടി, തല പൊട്ടി, എന്നിട്ട് സമുദായം കണ്ണീരൊഴുക്കി. അതേ സമയത്ത് അത്യാവശ്യത്തിന് പോകേണ്ടി വന്നാൽ, എനിക്കറിയാം നമ്മുടെ സിറാജുലുദ്ദീന്റെ സ്കൂൾ പഠിപ്പിക്കുന്ന ചില ഉസ്താദുമാരുണ്ട്. രാവിലെ സുബഹിന്റെ സമയത്ത് ഞാൻ കാസർഗോഡ് നിന്നോ മറ്റോ ആ വടക്കൻ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയമായിരിക്കും. രാവിലെ സുബഹി നിസ്കരിച്ച് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവും 2 സൈക്കിളിൽ 2 മുഴാന്മാർ പോകുന്നു. അവരെ നാട്ടിൽ നിന്ന് അവർ മദ്രസ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 40-50 കിലോമീറ്റർ ഉണ്ട് സൈക്കിൾ മേലാ പോവാ. ആ സൈക്കിൾ വന്ന് അത് പോയി പഠിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ അവർ വരും. നാദാപുരത്ത് ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വരും. അവരുന്ന് ക്ലാസ്സും കേട്ടിട്ട് പിന്നെ അവരുടെ നാട്ടിലേക്ക് 10-30 കിലോമീറ്റർ പിന്നെ പോകും. തിരിച്ച് രാവിലെ പിന്നെയും പോകും. അവർക്ക് കാറെടുത്ത് പോകാൻ അവർക്കൊണ്ട് കഴിയില്ല. അവർക്ക് സൈക്കിളിൽ പോകാൻ തന്നെ സാധിക്കുള്ളൂ. അവർ സൈക്കിളിൽ പോവാണ്, തെറ്റല്ല, ആവശ്യത്തിന് പോവാണ്. അല്ലാഹു തആല അത്യാവശ്യത്തിന് വേണ്ടി സൈക്കിൾമലോ വേറെ ഏത് വാഹനത്തിലോ ഏത് മോമിനികൾ യാത്ര ചെയ്യുന്നുണ്ടോ അല്ലാഹു അതിന്റെ പ്രത്യേകമായ സംരക്ഷണം നൽകുമാറാകട്ടെ. സൈക്കിൾമ പോകല് ഹറാമല്ല, കറാഹത്തല്ല, ആവശ്യത്തിന്. അതേ സമയത്ത് അതേ സൈക്കിൾമ കയറിയിട്ട് ഹൊങ്ക് കളിച്ചാൽ, കിബിർ കളിച്ചാൽ, അങ്ങനെ കാണുന്നു ചില സ്ഥലത്ത്. ഇവിടെ ഒന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. കാണുന്നു ചില സ്ഥലത്ത്. എന്തിന് കിബിർ കാണിക്കണം? അള്ളാഹുവിന്റെ അടുക്കലല്ലേ നമ്മളെ സംരക്ഷണം? ഓരോ സെക്കൻഡിനും അള്ളാഹുവല്ലേ നമുക്ക് കാവല് തരുന്നത്? നമുക്ക് ബോധം വേണം. ഞാൻ പറയട്ടെ, ചിലര് സ്വന്തം ഭാര്യനെ കൂട്ടിയിട്ട് സൈക്കിളിന്റെ ബേക്കിൽ യാതൊരു ദൂരത്തില്ല, ഇപ്പൊ ആസ്പത്രിയിലെത്താതെ ഒരു വണ്ടിയില്ല,
അപ്പൊ ശരിക്കും ഭാര്യനെ പർദ്ദ ധരിപ്പിച്ച്, എന്നിട്ട് മക്കനിടിച്ച്, എന്നിട്ട് നിഖാബ് മുഖമൂടിയും ധരിപ്പിച്ച്, എന്നിട്ട് ആ സൈക്കിളിന്റെ പിന്നിൽ കൊണ്ടുപോയല്ലാതെ ആസ്പത്രിയിൽ എത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ടുപോയാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അതല്ലാതെ നിർവാഹമില്ലല്ലോ. അതേ സമയത്ത് അങ്ങനടിയിലൂടെ പച്ചാപ്പകലിൽ കാണുന്ന പുരുഷന്മാർ മുഴുവനും നോക്കുന്ന നിലക്ക് സാരിയും ഉടുപ്പിച്ച്, അല്ലെങ്കിൽ തലമറക്കാതെ മാറുമറക്കാതെ ശരീരം മറക്കാതെ സൈക്കിളിന്റെ പിന്നിൽ ഇരുത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ കൂടി ഡുഡുഡു എന്ന് പറഞ്ഞൊരു ഒറ്റപ്പോക്ക്. എന്തു പോക്കാണത്? ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. ഓ സ്ത്രീകളെ, നിങ്ങളെ കാലിന് ധരിച്ച ചെരുപ്പ് കാരണത്താലോ, കാലിന് ധരിച്ച പാദസരം കാരണത്താലോ, ആഭരണം കാരണത്താലോ, അതേ കരയുന്ന ചെരുപ്പ് കാരണത്താലോ, ഏത് വിധത്തിലാണെങ്കിലും ശരി, നിങ്ങളെ കാലെടുത്ത് വെച്ചുകൊണ്ടുള്ള ശബ്ദം പോലും കേൾപ്പിച്ച് മറ്റൊരു പുരുഷൻ തിരിഞ്ഞു നോക്കാൻ അവസരമുണ്ടാക്കരുത് കേട്ടോ. ഖുർആൻ സ്ത്രീകളോട് കൽപ്പിച്ചില്ലേ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഖിംനസ്സലാ. സ്ത്രീകളെ വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയണം, കൃത്യമായി നിസ്കരിക്കണം, ജാഹിലിയ കാലം പോലെ ഭംഗി പ്രകടിപ്പിച്ച് നീങ്ങരുത്. ഖുർആൻ നിർദ്ദേശം നൽകിയില്ലേ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അറിയില്ലേ നിങ്ങൾക്ക്? സഹീഹ് മുസ്ലിമിനുണ്ടൊരു ഹദീസ്. ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് ചോദിക്കുന്നു, നബിയേ, ഞാനൊന്നെന്റെ ഭാര്യ വീട്ടിൽ പോകട്ടെ നബിയേ. ഏതാ സമയം ഇസ്ലാമിന്റെ വിരോധികൾ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വന്നൊരു സന്ദർഭമാണ്. അപ്പോൾ അവരെ നേരിടുന്ന യുദ്ധമാണ്. ആ യുദ്ധം നടക്കുമ്പോ ഇന്നത്തെ തീവ്രവാദികളും അതുപോലെ തീവ്രവാദികളും ഭീകരവാദികളും പറയുന്നത് പോലെ ഇസ്ലാം എന്ന് പറയുന്നത് ഭീകരവാദം, അതേ ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, മറിച്ച് കടുത്ത ഭാഷയിൽ എതിർത്തതാണ്. പറയട്ടെ, ഇസ്ലാമിന്റെ ജിഹാദ് അത് നാലാള് കമ്മിറ്റി ഉണ്ടാക്കി ബോംബ് നിർമ്മിക്കുന്ന ഏർപ്പാടല്ല. ഇസ്ലാമിന്റെ ജിഹാദ് ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ച് വ്യഭിചാരത്തിന് തുരിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന കഥാ കടുത്ത തമ്മാടിത്തമല്ല. ഇസ്ലാമിന്റെ ജിഹാദ് അത് അധ്വാനമാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുന്നവരെ ഇസ്ലാമിക ഭരണകൂടത്തിൻ കീഴിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന രാഷ്ട്രത്തലവന്റെ പിന്നിൽ നിന്ന് സഹാബത്ത് നേരിട്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രത്തലവന്റെ പിന്നിലാണ് ഇസ്ലാമിന്റെ യുദ്ധം. അതാണ് ബുഖാരിയിൽ കണ്ടില്ലേ, ബാബു അൽ ഇമാമു ജുന്നത്തുൻ യുഖാതലു മിൻ വറാഇഹി. ഇമാം അതാ ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ പോരാട്ടം. ഓ മുഅ്മിനേ, നാലാള് കമ്മിറ്റി ഉണ്ടാക്കി ഗവൺമെന്റിനെ അട്ടിമറിക്കാമെന്ന ചിന്തയിൽ നിങ്ങൾ കണ്ടില്ലേ, കാശ്മീരിൽ തീവ്രവാദം നടത്തിയിട്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയില്ലേ? രണ്ടു കൂട്ടരും കൊന്നത് മുസ്ലിമിനെയല്ലേ? നേരിടുന്നവർ കൊന്നതും മുസ്ലിമിനെ, തീവ്രവാദമുണ്ടാക്കുന്നവൻ കൊന്നതും മുസ്ലിമിനെ. അങ്ങനെ ആയിരങ്ങൾ മരിക്കാൻ കാരണമായത് തീവ്രവാദമല്ലേ? ചോദിക്കട്ടെ, ഇന്ന് ലോകത്തുള്ള സർവ്വ മുസീബത്തും തീവ്രവാദത്തിന്റെ പേരിലല്ലേ? ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. നാശം, ഏറ്റവും വലിയ നാശമുണ്ടാക്കുന്ന പ്രസ്ഥാനമാണ് തീവ്രവാദി പ്രസ്ഥാനങ്ങൾ. മുസ്ലിമീങ്ങൾ ഒരിക്കലും അവരുടെ ചക്കരവാക്കി കെട്ടുപെട്ടു പോകണ്ട. ഇപ്പോൾ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാം ദീൻ എങ്ങനെ നിലനിർത്തണമെന്ന് പണ്ഡിതന്മാർക്കറിയാം, ജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പണ്ഡിതന്മാർക്കറിയാം. അവര് ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്, അവര് റസൂലുള്ളാഹിന്റെ ദീൻ അയിമ്മത്ത് മുഖേന മനസ്സിലാക്കിയിട്ടുണ്ട്. കാണുന്ന ആളുകളോട് സക്കാത്തിന്റെ പൈസയും കമ്മിറ്റി മുഖേന പിരിച്ചിട്ട് ആയുധം വാങ്ങിക്കൂട്ടുന്ന ഏർപ്പാട് ഇസ്ലാമല്ല. അവർക്ക് സക്കാത്ത് കൊടുത്താൽ വീടുന്നതുമല്ല.
മുസ്ലിമീങ്ങളെ, ഒരിക്കലും ഒരു മുസ്ലിം തീവ്രവാദത്തിലേക്ക് പോകണ്ട. ഇസ്ലാമിന്റെ ജിഹാദ് എന്താണെന്ന് പണ്ഡിതന്മാർക്കറിയാം. അത് വേണ്ട സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നതോർക്കളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അതാ അനിവാര്യ ഘട്ടത്തിൽ, യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ യുദ്ധത്തിന് പോയപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നബിയെ ഞാനൊന്നെന്റെ വീട്ടിലേക്ക് പോകട്ടെ, ഞാൻ ഈ അടുത്താണ് വിവാഹം കഴിച്ചത്, ഞാൻ അടുത്ത് വിവാഹം കഴിച്ചൊരു ചെറുപ്പക്കാരനാണ്, ഞാനൊന്നെന്റെ ഭാര്യയുള്ള വീട്ടിലേക്ക് പോകട്ടെ. ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തു. യുദ്ധത്തിനിടയിൽ സമ്മതം കൊടുത്തു. പറഞ്ഞു, ആയുധം കരുതി പോകണം, ശത്രുക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ. ആയുധവും കയ്യിൽ പിടിച്ച ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോയി. ഓ യുവാക്കളെ, കയറി ചെല്ലുമ്പോൾ കണ്ടതെന്താണ്? സ്വന്തം ഭാര്യ റൂമിന്റെ പുറത്തു വന്ന് നിൽക്കുന്നു. അതിഷ്ടപ്പെട്ടില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ഭാര്യ വീട്ടിൽ നിർത്തിപ്പോയ ഞാൻ തിരിച്ചു വരുമ്പെന്തേ പുറത്ത് കാണുന്നു. ദേഷ്യം പിടിച്ചു. സുബ്ഹാനല്ലാഹ്, എയർപോർട്ടിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്, നീയും മക്കളും നേരത്തെ തന്നെ അവിടെ എത്തണമെന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരില്ലേ? എന്നിട്ടൊരായിരം ആണിന്റെയും പെണ്ണിന്റെയും ഇടക്ക് പോയി, കാണുന്ന അന്യപുരുഷന്മാരെ മുന്നിൽ പോയി, കാണുന്ന പോലീസുകാരന്റെയും സെക്യൂരിറ്റിയുടെയും മുന്നിൽ പോയി, മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും മുന്നിൽ പോയി. ആ എയർപോർട്ടിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് സ്വന്തം ശരീരത്തിന്റെ ഭംഗിയും പ്രകടിപ്പിച്ച് കാത്തി നിൽക്കുന്ന ഉളുപ്പില്ലാത്ത സ്ത്രീകളില്ലേ? അതിന് ക്ഷണിച്ചു വരുത്തുന്ന ചെറുപ്പക്കാരില്ലേ? ചോദിക്കട്ടെ, നിങ്ങൾ മാത്രമാണോ വിദേശത്ത് പോകാറുള്ളത്? ഞങ്ങളാരും വിദേശത്ത് പോകാത്തവരാണോ? ഞങ്ങളാരും ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണോ? ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നു ശൈഖുനാ കാന്തപുരം ഉസ്താദായിരിക്കും. ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ പോകുമ്പോ ഞങ്ങളെ ഭാര്യമാരെ എയർപോർട്ടിലേക്ക് വിളിക്കാറുണ്ടോ? ഞങ്ങൾ പോയി വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് ക്ഷണിക്കാറുണ്ടോ? എന്തിനാണ് ഈ പെണ്ണിനെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത്? മോനെ, നീയൊന്ന് അല്പം നിനക്ക് ചിന്തിച്ചുകൂടെ? പറയട്ടെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, തഖ്വയോടെ ജീവിക്കണം. ഓ ഉമ്മമാരെ, നിങ്ങൾക്ക് എയർപോർട്ട് കാണണം അല്ലേ? നല്ല നിയ്യത്തോടെ ഇരുന്നോ, ഹജ്ജിന് പോകാമല്ലോ, എയർപോർട്ട് കാണാമല്ലോ, പ്ലെയിനിൽ കയറാമല്ലോ, ഹജ്ജിന് തൽബിയത്തും ചൊല്ലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ഉത്തരം ചെയ്യുന്നുവെന്ന് സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് ഭക്തിയോടെ പോകാനുള്ള യാത്രക്ക് അല്ലാഹ് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഉമ്മമാരെ, അന്യപുരുഷന്മാരെ മുന്നിലേക്ക്, എയർപോർട്ടിലേക്ക് എന്റെ ഭാര്യയെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ ഹജ്ജിന് പോകാൻ വേണ്ടി എന്റെ ഭാര്യ 2 തവണ എന്റെ കൂടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടല്ല. അല്ലാഹ് തൗഫീഖ് തരും, അല്ലാഹ് തൗഫീഖ് തരും. അതിന് നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്ന വിഷയം തീർക്കട്ടെ. അങ്ങനെ അതാ മഹാനായ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി വീട്ടിലേക്ക് അങ്ങ് ചൊല്ലുമ്പോ വീട്ടിന്റെ പുറത്ത് ഭാര്യ വന്നു നിൽക്കുന്നത് കണ്ടപ്പോ ഈമാൻ അതാ ഹൃദയത്തിൽ തിളച്ചു പറഞ്ഞു. കയ്യിലുള്ള കുന്തം കൊണ്ട് സ്വന്തം ഭാര്യയെ കുത്താനൊരുങ്ങി. എന്തിന് നീ പുറത്തു വന്നു നിന്നു? ഉടനെ ആ പെണ്ണ് പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ല, ഞാൻ എന്തിന് പുറത്തു വന്നു എന്ന് നിങ്ങളൊന്ന് കയറി നോക്കൂ. വാതിൽ തുറന്നു നോക്കുമ്പോ ഒരു പടുകൂറ്റൻ പാമ്പ് അവിടെ അതാ കട്ടിലിന്റെ ഉള്ളിൽ കിടക്കുന്നു. കയ്യിലുള്ള ആയുധം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ പാമ്പിനെ എങ്ങോട്ട് കുത്തി. അതേ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരാണ് ആദ്യം മരിച്ചതെന്നറിയില്ല, പാമ്പാണോ ആ സഹാബിയാണോ? പാമ്പ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആക്രമിച്ചു. ആ സഹാബി അവിടെ മരിച്ചങ്ങ് വീണു. സഹാബികളായ ഞങ്ങൾ വിവരമറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് വിവരം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തഗ്ഫിറുഹു ലിഅഖീകും, നിങ്ങളുടെ സഹോദരൻ മരിച്ചുവല്ലോ, മരിച്ച സഹോദരന് അല്ലാഹു പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി മരിച്ചവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. മരിച്ചാ പിന്നെ മരിച്ചവർക്ക് ദ്വാർന്നൂടാന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരും ദീനും തമ്മിൽ ബന്ധമില്ല കേട്ടോ.
ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളെ മരിച്ചുപോയ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവീൻ. എന്നിട്ട് പറഞ്ഞു, ഒരാൾ മരിച്ചാൽ നമ്മുടെ ബാധ്യത ഏതാണ്? അവർക്ക് വേണ്ടി ദ്വാരക്കുക. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ബൈത്തി ലഅവാമിറ, വീടുകൾക്ക് ചില വീട് പരിപാലിക്കുന്ന ജിന്നുകളുണ്ട്, ചില വീട് പരിപാലിക്കുന്ന ജിന്നുകളുണ്ട്, പാമ്പുകളുണ്ട്. ജിന്ന് പാമ്പ് കോലത്തിലുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടൊരു പാമ്പിനെ നിങ്ങൾ വീട്ടിൽ കണ്ടാൽ അതിനോട് ഇറങ്ങിപ്പോകാൻ പറയണം, 3 തവണ പറയണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം പറയണം. എന്നിട്ട് നിങ്ങൾ പാമ്പിനെ കൈകാര്യം ചെയ്യാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് ചെയ്തു. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ഒരു കട്ടിലിന്റെ മേലെ വെച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കട്ടിലിന്റെ ഉള്ളിൽ ഒരു പാമ്പിനെ കണ്ടിട്ട് ആളുകൾ മൂപ്പര് നിസ്കരിക്കുന്ന സമയത്ത് കൊല്ലാൻ നോക്കുകയാണ്. അപ്പൊ നിസ്കാരത്തിൽ കൈകൊണ്ട് കാണിച്ചു കൊടുത്ത്, കൊല്ലണ്ട, നിസ്കാരം ബാത്തിലാത്ത രൂപത്തിൽ കാണിച്ചു കൊടുത്തു. നിസ്കാരത്തിൽ എന്തെങ്കിലും കളി കളിക്കാൻ പാടില്ല, നിസ്കാരത്തിൽ എന്തെങ്കിലും കളി കളിക്കാൻ പാടില്ല. ഇപ്പോ ചിലർക്ക് നിസ്കാരം മുഴുവൻ ബാത്തിലാക്കലാണ്. സമയ അല്ലാഹു ലിമൻ ഹമിദാന, പിന്നെ ഇതിങ്ങനെ ആട്ടല, നിസ്കാരം ബാത്തിലായി പോയി. അത് അടക്കിയോടെ വെച്ചൂടെ? അത് ഈ ക്ലോക്കിന്റെ പെൻഡിൽ പോലെ ഇങ്ങനെ ആട്ടണം, അത് അടക്കിയോടെ വെച്ചൂടെ? അതുപോലെ തന്നെ ചിലർ നിസ്കാരത്തിലേക്ക് കടന്നാ പിന്നെ ശൈത്താൻ തോന്നിപ്പിക്കും, കുപ്പായം ചൂടിഞ്ഞിട്ടുണ്ട്, ഇതിന് കുപ്പായം പിടിച്ചൊരു താഴ്ത്തരാ. ഓക്കെ വിവരക്കേട്. ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരത്തിലും എല്ലാം കൈകൊണ്ട് കാണിച്ചു കൊടുത്തു, കൊല്ലണ്ട. നിസ്കാരം കഴിഞ്ഞപ്പോ പറഞ്ഞു ഞാൻ കൊല്ലണ്ട എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നടന്നിരുന്നു. ഞാനിത് എന്തിനാ പറഞ്ഞത്? അന്നത്തെ സഹാബത്തിന്റെ ഈമാൻ, സ്വന്തം ഭാര്യ, അടുത്ത് വിവാഹം കഴിച്ച ഭാര്യ പുറത്തു വന്നത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, കുന്തം കൊണ്ട് ഓങ്ങി. സംഗതി കുത്താനായിരിക്കൂല, പേടിപ്പിക്കാനായിരിക്കാം, ഏതെങ്കിലും കുന്തം കൊണ്ട് ഓങ്ങി. ആ നിലക്ക് സഹാബത്ത് അവരവരുടെ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഞാൻ നേരത്തെ പറഞ്ഞ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഭാര്യനെയും കൂട്ടി ശരീരം പൂർണ്ണമായി മറിച്ച് വേറെ വാഹനമൊന്നും ഇല്ലാത്ത സമയത്ത് ഒരാൾ സൈക്കിൾമ പോയാൽ അവരൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അതേ സമയത്ത് മറ്റുള്ള പുരുഷന്മാർ കാണുന്ന വിധത്തിലും ആകർഷിപ്പിക്കപ്പെടുന്ന വിധത്തിലും സൈക്കിൾമ കയറ്റി ചെറുപ്പക്കാരികളായ കുട്ടികളെയും കൂട്ടി ചെറുപ്പക്കാരികളെയും കൂട്ടി റോട്ടുമ്മലൂടെ പടപടപടപട എന്ന് പറഞ്ഞു പോകുന്ന ഏർപ്പാട് ശരിയല്ല. ഇതുപോലെ ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നമ്മൾ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം, അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കണം. അള്ളാഹു തന്ന നാവ് കൊണ്ട് അനാവശ്യം പറയരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്, ദിക്റ് ചൊല്ലണം, സലാത്ത് ചൊല്ലണം. ആരോടും അസൂയ ഉണ്ടായിരുന്നു. വല്ലാത്തൊരു രോഗമാണ് അസൂയ. ഞാൻ പിന്നെ അത് കണ്ണൂരിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുറെ ആളുകൾ ഇങ്ങനെ കാറിൽ പോകുന്നു. ഞാൻ പറഞ്ഞു, കാറിൽ പോകുന്നത് കാണുമ്പോൾ ബസ്സിൽ പോകുന്ന ആളുകൾ ദ്വാരക്കണം, പഠിച്ചവനെ കാറിൽ ഇനിയും കുറെ ആളുകൾ പോകാൻ അവസരം ഉണ്ടാവണോ എന്ന് ദ്വാരക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ ബസ്സിൽ അത്ര തിരക്ക് കുറയൂലേ? ബസ്സിൽ പോകുന്നവർക്ക് അത്ര തിരക്ക് കുറഞ്ഞിട്ടില്ല. കുറെ ആൾ കാറിൽ പോയാൽ ബസ്സിൽ അത്രയും തിരക്ക് കുറഞ്ഞില്ലേ? അതേസമയത്ത് ബസ്സിൽ പോകുമ്പോൾ കാറിൽ പോകുന്നവനോട് അസൂയ തോന്നരുത്, കാറിൽ പോകുന്നവന് എയറോപ്ലെയിനിൽ പോകുന്നവനോട് അസൂയ തോന്നരുത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ തൊട്ടടുത്തൊരു വീട്ടുകാരൻ, അയാൾ വലിയ പണക്കാരനായി വലിയ പുരണ്ടാക്കി ഒരുപാട് എസ്റ്റേറ്റും ബിൽഡിംഗും ഒക്കെ. അപ്പൊ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവണം. അല്ലാഹുവിന്റെ അയൽവാസിക്ക് ധാരാളം കൊടുത്തല്ലോ, അൽഹംദുലില്ലാ, വലിയ സന്തോഷം വേണം. കുറച്ച് പണിയുണ്ട്. തൊട്ടടുത്ത പുരക്കാർ ഉഷാറാകുമ്പോ, തൊട്ടടുത്ത പീടിയ കച്ചവടം കിട്ടുമ്പോ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ അതിന് ഔലിയാക്കളെ മനസ്സായിട്ട്. ഞാൻ സാധാരണ പറയാറുണ്ട് തമാശക്ക്, നിസ്കരിച്ചിരുന്നിട്ട് ദ്വാരക്ക ഇമാമ് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ, അല്ലാഹുവേ പുറത്തു തരണേ, കാരുണ്യം ചെയ്യണേ, ഞങ്ങൾക്ക് ഗുണം ചെയ്യണേ, ഗുണം ചെയ്യണേ, ഉപ്പാക്കും ഗുണം ചെയ്യണം, മാപ്പാക്കും ഗുണം ചെയ്യണം, ഉമ്മാക്കും ഗുണം ചെയ്യണം, ഇങ്ങനെ ദ്വാരുന്ന പോലെ ജീറാനിനെ അയൽവാസികൾക്കും ഗുണം ചെയ്യണേ എന്ന് പറയുമ്പോ ആമീൻ അർത്ഥം അറിയെങ്കിൽ പലരും ആമീൻ പറയൂല. അയൽവാസികൾക്ക് ഗുണം ചെയ്യും, തൊട്ടടുത്ത വർക്കാരന് ഗുണം കിട്ടണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ വളരെ കുറവാ. തൊട്ടടുത്ത വർക്കാരൻ വളരെ ഉഷാറാകുമ്പോൾ നമ്മളെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവണം. എന്തിനാ വലിയാരെ അവൻ ഉഷാറാകുന്ന നമുക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അയാളെടുത്ത് ധാരാളം ഉണ്ടെങ്കിൽ അയാളോട് പിരിവ് വാങ്ങിയിട്ട് നമുക്ക് മദ്രസ നടത്തിക്കൂടെ, നമുക്ക് പള്ളി നടത്തിക്കൂടെ? അങ്ങനെ പള്ളിക്ക് മദ്രസൊക്കെ അയാളെടുത്ത് കിട്ടണേ, അയാളെടുത്ത് ഉണ്ടാണ്ടേ? കലത്തിലില്ലാതെ വിളമ്പാൻ കഴിയുമോ? അപ്പൊ കലത്തിൽ ഉണ്ടാകണ്ടേ? അയാൾക്ക് ഉണ്ടാവണമെന്ന് വിചാരിക്കണം. അതിന് മുസ്ലിയാരെ ഓരോറ്റൻ അയാൾക്ക് ഒരു മദ്രസക്കും കൊടുക്കൂല, ഒരു പള്ളിക്കും കൊടുക്കൂല, അങ്ങനത്തെ ബഹയിലാണ് അയാൾ. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് അയാളോട് കടം വാങ്ങാം, അയാളോട് കടം വാങ്ങിച്ചൂടെ?
മുസ്ലിയാരെ ഒരോറ്റനയാകാശ അയാൾ കടവും കൊടുക്കൂല, അങ്ങനത്തെ ആനവഹീല. എന്നാലും നമ്മൾ സന്തോഷിക്കണം അയാൾക്ക് ഉണ്ടാവുമ്പോ. അതെന്തിനാ? അയാള് നമ്മളോട് കടം ചോദിക്കൂലല്ലോ. അയാളെടുത്ത് ധാരാളുണ്ട്, പിന്നെ നമ്മളോട് അയാൾ കടം ചോദിക്കൂലല്ലോ. അവൻ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഒരാൾക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ ദോഷം? ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് എന്താ ദോഷം? നേരെ മറിച്ച് ഇല്ലെങ്കിലല്ലേ കുഴപ്പം. അതുകൊണ്ട് ദുന്യാവ് കിട്ടുന്നുവെങ്കിലും ആഖിറം കിട്ടുന്നുവെങ്കിലും സഹോദരന് കിട്ടുന്നതിൽ സന്തോഷിക്കണം. അതാണ് യഥാർത്ഥ മുസ്ലിം. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. നിന്റെ സ്വന്തം ശരീരത്തിന് നീ എന്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നീ മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അപ്പോഴാണ് നീ മുസ്ലിമാകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന. നിന്റെ സ്വന്തം നഫ്സിന് നിനക്ക് എന്താ ഇഷ്ടോ? നിന്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ടാവും, എന്നാ മറ്റോന്റെ കടയിൽ ഉണ്ടാവുമ്പോൾ സന്തോഷിക്കണം. എന്റെ മക്കളൊക്കെ നന്നാണ്, എന്നാ ബാക്കിയുള്ളവന്റെ മക്കളും നന്നാണ്. ഞാൻ നല്ല ആരോഗ്യം ഉണ്ടാവും, എന്നാ മറ്റുള്ളവർക്കും ആരോഗ്യം ഉണ്ടാവണം. എനിക്ക് ധാരാളം കൃഷി വേണം, എന്നാ മറ്റുള്ളവർക്കും വേണം. എനിക്ക് ധാരാളം ഇൽമു വേണം, എന്നാ ബാക്കിയുള്ളവർക്കും വേണം. നിനക്കെന്ത് ഇഷ്ടപ്പെടുന്നോ അത് നീ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പോഴാണ് മുസ്ലിമാകുന്നത്. നേരെ മറിച്ച് സങ്കുചിത മനസ്ഥിതി. നമ്മളൊരു ബസ്സിന് കൈ കാണിച്ച്, ആ ബസ് കൈ കാണിച്ചപ്പോ ഡ്രൈവർ നിർത്തിയില്ല. അപ്പൊ ഓനെ കുറെ ചീത്ത പറഞ്ഞ്, ഹാമക്ക് നിർത്താണ്ട് പോയി, എനിക്ക് കോഴിക്കോട്ട് വളരെ പെട്ടെന്ന് എത്തേണ്ടിയുണ്ട്, എന്താ വന്ന് ചവിട്ടുമ്പോഴേക്ക് എന്ത് വരാനാ? സുബ്ഹാനല്ലാഹ്, 9:30 മണിക്ക് പോകേണ്ട ബസ് 9:50 വന്നത്. 9:50 വേറൊരു ബസ് ഈ റൂട്ടിൽ പോകേണ്ടതുണ്ട്. അയാള് ടയർ ചീത്തയായിട്ട് സമയം പോയതാണ്. അപ്പൊ ഇപ്പൊ വണ്ടിയിൽ ആളെടുത്താലും മറ്റേ ബസ്സിന്റെ ആളെടുത്തു വന്നത് അനീതിയാണ്. ബാക്കിൽ തന്നെ ഒരു ബസ് ഉണ്ട്, അതിൽ കയറേണ്ട ആളുകൾ ഇപ്പൊ ഇവൻ പെറുക്കിയാ മോശമല്ലേ? ഇയാൾ നീതി പുലർത്തിയതാണ്, നിർത്താതെ പോയി. പക്ഷെ നമ്മൾക്കുണ്ടോ ഒരാളെ കുറ്റം പറയുമ്പോ തിരിച്ചും പറഞ്ഞു ആലോചന? നമ്മൾ ഉടനെ തന്നെ ഡ്രൈവറെ ചീത്ത പറഞ്ഞില്ലേ, ഹാമക്ക് ചവിട്ടാണ്ട് പോയി. വാസ്തവത്തിൽ അവനല്ല ഹാമക്ക് പറഞ്ഞ, നീയാ ഹാമക്ക്. ഇരിക്കട്ടെ, അവൻ നീതി പുലർത്തിയവനാണ്. മറ്റേ ബസ്സിന്റെ ആളെ ഞാൻ എടുക്കാൻ പാടില്ല, ആളുകൾക്ക് നിർത്താതെ പോയതാണ്. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തെത്തി, അവനങ്ങ് പോയി. ഉടനെ ബേക്കിൽ ഒരു ബസ് വന്ന് ആ ബസ് കൈ കാണിച്ച് നിർത്തി, ആളെ കൊണ്ട് നിർത്തി. കയറി, നമ്മൾ കയറി കുറച്ചപ്പുറത്തി ഒരു 100-150 മീറ്റർ. അപ്പൊ വേറെ ആള് കൈ കാണിച്ച്, ബസ് അവിടെ നിർത്തി, അയാളെ എടുത്ത്. പിന്നെ ഒരു 200 മീറ്റർ അപ്പുറത്ത് ഒരു പെണ്ണ് കൈ കാണിച്ച്, അവിടെ നിർത്തി, അവളെ എടുത്ത്. പിന്നെ ഒരു 150 മീറ്റർ ബാസുള്ള ആൾ കൈ കാണിച്ച്, അവിടെയും നിർത്തി. അപ്പൊ ഇയാള് ഇത് കാണുന്നിടത്തൊക്കെ ചവിട്ടുന്ന ബസ് ഇതപ്പോ കോഴിക്കോട്ടെത്തുക. ഓ, നമ്മൾ കൈ കാണിച്ചാൽ നിർത്തണം, കയറ്റണം, പിന്നെ ഒരൊറ്റ പോക്ക് കോഴിക്കോട്ടേക്ക്. എന്തൊരു നല്ല മനസ്സാന്നറിയോ? ഈ രൂപത്തിലാകാതെ മനസ്സ് ശുദ്ധിയാകണം. അപ്പോഴാ തഖ്വ. ആരോടും അസൂയ ഉണ്ടാകരുത്, ഞാനൊരു വലിയവനാണെന്ന ചിന്ത ഉണ്ടാകരുത്, എനിക്കെന്തിനും കഴിയുമെന്ന ചിന്ത ഉണ്ടാകരുത്. വലിയവനൊന്നേ ഉള്ളൂ, അല്ലാഹു അക്ബർ. അല്ലാഹ് വലിയവനാണ്, മറ്റുള്ളവരൊന്നും വലിയവരല്ല. ആ റബ്ബാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, അതിൽ എനിക്ക് പരാതിയില്ല. വിശാലമായ മനസ്സോടെ മനുഷ്യൻ ജീവിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഒരു തത്വം കൂടി നിങ്ങളോട് പറയുന്നു. ഇങ്ങോട്ട് ആരെന്ത് തെറ്റ് ചെയ്തോ ചെയ്തവന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അങ്ങോട്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്തോ അതെപ്പോഴും ഓർമ്മിക്കണം. ഇങ്ങോട്ട് ചെയ്ത തെറ്റ് ഓർമ്മിക്കാൻ പാടില്ല, ഇങ്ങോട്ടൊരു മനുഷ്യൻ ചെയ്ത തെറ്റ് ഓർമ്മിക്കാൻ പാടില്ല. സ്വർഗത്തിൽ കടക്കണോ? മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. സാമ്പത്തിക ശേഷി ഉള്ളപ്പോഴും ഞെരുക്കമുള്ളപ്പോഴും കഴിവനുസരിച്ച് ധർമ്മം ചെയ്യണം, ചെലവാക്കണം. അതുപോലെ ദേഷ്യം പിടിച്ചാ ദേഷ്യം അങ്ങ് മനസ്സിൽ മൂടിവെക്കണം. ദേഷ്യം പ്രകടിപ്പിക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്, കല്ലെടുത്തെറിയരുത്, കൂക്ക് വിളിക്കരുത്, വികാരം പ്രകടിപ്പിക്കരുത്, അതാ പ്രകോപനമുണ്ടാക്കരുത്, തീവ്രവാദിയാകരുത്. വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യനാകണം. അവനാണ് സ്വർഗമെന്നല്ല പഠിപ്പിക്കുന്നു. കുടുംബങ്ങൾ തമ്മിൽ തെറ്റി ജീവിക്കുന്നവരില്ലേ, എന്തായാലും 1 ഇഞ്ച് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന നിലക്ക് കുടുംബവുമായി പോരാടുന്നവരില്ലേ, അയൽവാസികളുമായി പോരാടുന്നവരില്ലേ, ഗുരുവും ശിഷ്യനും തമ്മിൽ 1 ഇഞ്ച് വിടൂല എന്ന നിലക്ക് വാശി പിടിച്ച് നീങ്ങുന്നവരില്ലേ, സ്വന്തം ഉസ്താദുമാരെ തന്നെ ചീത്ത പറയുന്ന വാശിക്കാരില്ലേ. അല്ലാഹ് ഖൽബ് ശുദ്ധീകരിച്ചില്ലെങ്കിൽ അപകടം തന്നെ.
ഓ മുസ്ലിമീങ്ങളെ, അള്ളയാണ് വലിയവനെന്ന് ചിന്തിക്കുമ്പോ ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല. അവരാർക്കും കൊടുക്കുന്നതിൽ അസൂയയില്ല. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അള്ളാന്റെ ഖളായിന് അയാളോട് അങ്ങനെ ചെയ്തുപോയി എന്ന് മനസ്സിലാക്കി മാപ്പ് കൊടുക്കുന്നതിന് വിഷമമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇങ്ങോട്ട് ആരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് മറന്നു കളയണം. നമ്മൾ ആരോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതെപ്പോഴും ഓർമ്മിക്കണം. അങ്ങോട്ട് ചെയ്ത തെറ്റ് എപ്പോഴും ഓർമ്മിക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ ഉപകാരം ചെയ്തവനെ എപ്പോഴും ഓർമ്മിക്കണം. അതിന് നന്ദി ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ആർക്കെങ്കിലും വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ടങ്ങ് മറന്നു കളയണം. അത് അള്ളാഹ് നമുക്ക് തന്നൊരവസരമാണ്. അത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. അവൻ എനിക്ക് തന്നൊരു തൗഫീഖാണ്. അതെന്റെ വകയല്ല, അത് അള്ളാന്റെ വകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന ഉപകാരം ചെയ്തുവെന്ന് ഒരാളും ഉപകാരം ചെയ്ത ഉപകാരം ഓർമ്മിക്കാൻ പാടില്ല. അതേ സമയത്ത് നമുക്കാരെങ്കിലും ഉപകാരം ചെയ്താൽ അതെപ്പോഴും നമ്മൾ ഓർമ്മിക്കുകയും നന്ദിയുള്ളവരാവുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഖൽബ് നന്നാകാൻ വേണ്ടി പറഞ്ഞ വസിയ്യത്തുകൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കണേ സഹോദരിമാരെ, സഹോദരന്മാരെ. രഹസ്യം അറിയുന്ന രാജാവ്, പരസ്യമറിയുന്ന രാജാവ്, ആ രാജാവിന്റെ മുമ്പിൽ ഒരു കോടതിയുണ്ടെന്ന ബോധത്തോടെ ഇന്ന് കാണുന്ന ആഡംബരങ്ങളെല്ലാം നശിച്ചു പോകും. ഇന്ന് കാണുന്ന വാഹനങ്ങളെല്ലാം നിർത്തി മയ്യിത്ത് കെട്ടിൽ കയറേണ്ടി വരും. ഇന്ന് കാണുന്ന വസ്ത്രങ്ങളെല്ലാം ജീവിതത്തിൽ ഊരിവെക്കേണ്ടൊരു രംഗം വരും. എന്നിട്ട് കഫൻ തുണിയും പുതച്ചിട്ട് നമ്മളെ കൊണ്ടുപോകുന്നൊരു സന്ദർഭമുണ്ട്. ഇന്ന് വളരെ ഭംഗിയിൽ കാണുന്ന മുഖത്ത് നെറ്റിയുടെ മേലെ പരുത്തി വെക്കുന്നൊരു രംഗമുണ്ട്. മൂക്കിനും കണ്ണിനും കാതിനും ഒക്കെ പരുത്തി വെക്കുന്നൊരു സന്ദർഭമുണ്ട്. അതിനെക്കുറിച്ച് നല്ല ബോധം നമ്മളെ ഖൽബിലുണ്ടാകണം. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, എന്ത് ടെൻഷൻ ഉണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെടരുത് കേട്ടോ. കള്ളുമായി ലഹരിയുമായി ബന്ധപ്പെടരുത് കേട്ടോ. ഒരു ചെറിയ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ആഖിറം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആവശ്യമായ സർവോപദേശങ്ങളും നൽകിയിട്ടുണ്ട്. ആവശ്യമായ സർവതത്വങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ അങ്ങേയറ്റം ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്. ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ വളരെ നല്ല നിലയ്ക്ക് ജീവിക്കണം. ഭാര്യമാരോട് കടുത്ത സ്വഭാവത്തിൽ പെരുമാറരുത്. ഭാര്യമാരോട് നല്ല നിലയ്ക്ക് ഭർത്താക്കന്മാര് പെരുമാറണം. ഒരക്രമിയെ പോലെ, ക്രൂരനെ പോലെ ഭാര്യമാരോട് പെരുമാറരുത്. ഓ ഉമ്മമാരെ, പെൺകുട്ടികളെ, ഫസാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ നല്ല സ്ത്രീകള് ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന സ്ത്രീകളാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്ന സ്ത്രീകളാണ്. അതവും ഗുരുത്വവുമുള്ള പെൺകുട്ടികളാണ്. ഭർത്താവിനോട് കസറത്തി കയറുന്ന, ഭർത്താവിനെ ആദരിക്കാത്ത, അനുസരിക്കാത്ത പെണ്ണായി നമ്മൾ പെട്ടുപോകരുത്. ഭർത്താവിനെ അനുസരിക്കുന്ന പെൺകുട്ടികളാകണം. അതുപോലെ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ചാൽ നമ്മളെ കസ്റ്റഡിയിലാണെന്ന നിലക്ക്, ക്രൂരമായ നിലക്കൊരു പെൺകുട്ടിയോടും പെരുമാറരുത് കേട്ടോ. പ്രായമുള്ള കാരണവന്മാരെ, ഉമ്മമാരെ, സ്വന്തം മക്കളെ ഭാര്യമാരോട് ക്രൂരതയോടുകൂടെ പെരുമാറരുത്. മക്കളെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഓ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ചാ ബാപ്പാനെ മറന്നു പോകരുത്, ഉമ്മാനെ മറന്നു പോകരുത്. ബാപ്പനെയും ഉമ്മനെയും നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്നതല്ല. അവർ നമുക്ക് ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്തു കൊടുത്തു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. മരണം വരെ ഹിദ്മത്തെടുത്താലും മതിയാകൂല. അതുകൊണ്ട് ബാപ്പന്റെയും ഉമ്മന്റെയും ബഹുമാനം എപ്പോഴും ഓർമ്മിക്കണം. അതേ സമയത്ത് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളെ ആക്രമിക്കുന്ന രൂപത്തിൽ ഒരു ബാപ്പയും ഉമ്മയും പെരുമാറരുത്. നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണെന്ന ബോധം വേണം. അല്ലാഹ് നമ്മളെ ഖൽബ് കാണുന്നുണ്ട്. അല്ലാഹ് നമ്മളെ വാക്ക് കേൾക്കുന്നുണ്ട്. അല്ലാഹ് നമ്മളെ പ്രവൃത്തി കാണുന്നുണ്ട്. അവൻ രഹസ്യമറിയുന്നുണ്ട്, പരസ്യമറിയുന്നുണ്ട്. ആ ചിന്ത ജീവിതത്തിന്റെ സർവരംഗത്തും വേണം. അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് രസിക്കരുത്. അതേ അന്യസ്ത്രീയുമായി, ഓ ചെറുപ്പക്കാരാ, നിന്റെ മൊബൈൽ ഫോണിൽ അന്യപെണ്ണിന്റെ നമ്പറും വാങ്ങി വെച്ചിട്ട് നീ അവളെ വിളിച്ച് സംസാരിക്കരുത്. പെൺകുട്ടികളെ,
അന്യപുരുഷന്റെ മൊബൈൽ ഫോൺ നമ്പർ വാങ്ങി നിങ്ങൾ അവരെ വിളിക്കരുത്. വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യരുത്. നിങ്ങൾ ഓർത്തോളം നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനെ കുറിച്ചുള്ള ബോധത്തോടെ ജീവിക്കണം. ഇനി ഞാൻ പറയട്ടെ, എന്ത് ടെൻഷൻ വന്നാലും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സർവ സമാധാനത്തിനും മാനദണ്ഡം അല്ലാഹുവിലുള്ള സ്മരണയാണ് കേട്ടോ, ദിക്റാണ് കേട്ടോ. ഞാൻ ഈ അടുത്ത് യുഎഇയിൽ പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു സ്ഥലത്തു നിന്ന് പ്രസംഗിച്ച് രാത്രി 1:30 മണിക്ക് കാറിൽ കയറി 2:30 മണിക്ക് പ്രസംഗിക്കാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. രാത്രി 2:30 മണിക്ക്. കാരണം റമദാനിൽ തീരെ ഉറങ്ങാതെ ജോലിയൊക്കെ എടുത്ത് അവസാനം വരുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അവർ സുബഹി വരെ ഓർക്കുഞ്ഞ് സുബഹി സ്കെച്ച് കുറച്ച് കിടക്കലാണ്. അവിടത്തേക്ക് പോകുമ്പോ തിരക്കിട്ട് പോകുമ്പോ ഇയാൾ വിളിച്ചു. ചുറ്റിനോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹത്തോടെ വന്നായിരുന്നു, നിങ്ങളെ തിരക്ക് കണ്ടിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏകദേശം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, 2000 ഞാൻ തോന്നുന്നു, 2000 കാലത്ത് നിങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോ ഞാൻ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാനൊന്ന് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ എന്റെ മനസ്സ് തോന്നിപ്പോയ ഒരു കാലം. ഞാൻ പറയുന്നു, ഒരിക്കലും അങ്ങനെ തോന്നാൻ പാടില്ല. ആത്മഹത്യ ചെയ്ത് ഖബറിൽ ചെന്ന ബിരിയാണി വെച്ച് കാത്തിട്ടുണ്ടോ അല്ല? ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റും ചെയ്ത് മരിക്കാന്നോ? മരിക്കൽ സ്വാഭാവികമാണ്. ഏറ്റവും വലിയ തെറ്റും ചെയ്ത് മരിക്കാന്ന് അവനെ കാണും ഗതികെട്ടവൻ പിന്നെ ആരാണ്? സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എന്നോട് എന്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, സമാധാനം കിട്ടണമെങ്കിൽ ലഹരി ഉപയോഗിക്കണം, സമാധാനം കിട്ടണമെങ്കിൽ ലഹരി ഉപയോഗിക്കണം. അൽഹംദുലില്ലാഹ്, ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ വന്ന സമയമായിരുന്നു. നിങ്ങളോട് ഞാൻ സങ്കടം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ദിക്ർ എഴുതി തന്നു, ഞാൻ ആ ദിക്ർ ചൊല്ലി. അൽഹംദുലില്ലാഹ്, ഇന്ന് എനിക്ക് ധാരാളം ബിസിനസ് ഉണ്ട്, നല്ല പുരോഗതിയുണ്ട്, എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ. ദിക്ർ അത് വലിയ മഹത്വമുള്ളതാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനതൊക്കെ കേട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഏതായാലും അള്ളാഹു നിങ്ങൾക്ക് പുരോഗതി തന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, നിങ്ങളെ അറിയില്ല, നിങ്ങളെ കഴിവ് എനിക്കറിയില്ല. സിറാജുൽ ഹുദക്ക് 20ാം വാർഷിക സമ്മേളനമുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ച് സിറാജുൽ ഹുദക്ക് എന്തെങ്കിലും സ്ഥിരം വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചെങ്കിലും 20 ലക്ഷം റുപ്യോളം വേണം മാസത്തിൽ ചെലവ് ചെയ്യണമെങ്കിൽ സിറാജുൽ ഹുദക്ക്. സിറാജുൽ ഹുദ കാണണമെങ്കിൽ ഒരു ദിവസം മെനക്കെട്ടാ പോരെ, കുറെ ദിവസം വരണം, എന്നാലേ സിറാജുൽ ഹുദ തീർത്തും കാണുള്ളൂ. ഒരു സ്ഥലത്ത് മാത്രമല്ല, സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന CD-യിൽ സ്ഥാപനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് 20 ലക്ഷം റുപ്യോളം ചെലവിന് വേണം. അപ്പൊ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു 10 കോടി റുപ്യ സംഭരിച്ചിട്ട് ഒരു സ്ഥിര വരുമാനത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിലാക്കി. 10 കോടി റുപ്യക്ക് ഇന്നത്തെ കണക്കിന് 5 ലക്ഷം റുപ്യ മാസം ശമ്പളം വരുമാനം കിട്ടുള്ളൂ. എന്നാൽ അതാണെങ്കിൽ അതാകട്ടെ എന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാഹ്, സ്ഥാപനത്തിൽ അല്ലാഹു ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇവിടെ തന്നെ വന്നപ്പോൾ തന്നെ കുറെ ആൾ നേർച്ച കിട്ടുന്നുണ്ട്. നാദാപുരത്തൊരു മൗലവി വന്നിരുന്നു. മൂപ്പര് എനിക്കാരെങ്കിലും നേർച്ച കൊണ്ടെത്തന്ന ഞാൻ കീശയിലിടാൻ പറയുന്നത് ഭാര്യമായിട്ട് എടുത്ത് പിടിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തു മനുഷ്യന്മാർക്ക്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാനതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. അയാൾ 7 വരുത്ത് നാദാപുരത്ത് വന്നു. അയാൾ ആദ്യം വരുന്ന സമയത്ത് 2 ലക്ഷം റുപ്യോളം നേർച്ച കിട്ടാറുണ്ടായിരുന്നു. അയാൾ 7 വരുത്ത് വന്നു പോയി. ഇപ്പൊ ഏകദേശം 7 ലക്ഷം റുപ്യോളം കിട്ടുന്നുണ്ട് മാസത്തിൽ. അൽഹംദുലില്ലാഹ്. 7 പ്രാവശ്യം അയാൾ വന്നു. 7 പ്രാവശ്യവും ഞാൻ മറുപടി പറഞ്ഞു. അവസാനം എന്റെ CD ഇറങ്ങി, സത്യത്തിന്റെ മുന്നേറ്റം, സെലഫിയുടെ പിന്മാറ്റം. അള്ളാഹ് അങ്ങനെയെന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പിച്ച് പേര് കൊടുക്കാൻ. പിന്നെ ഇതുവരെയായിട്ട് പിന്മാറിയതായിട്ട് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഇതുവരെ അങ്ങ് വന്നിട്ടില്ല. ഏതോ ആകട്ടെ, ഈ നിലക്ക് 7 ലക്ഷം റുപ്യോളം നേർച്ച കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മതിയാവൂല. അതുകൊണ്ട് ഞാൻ കുറ്റ്യാടിയിൽ 3.5 ലക്ഷം റുപ്യ മാത്രം ഒരു സെന്റിന് വിലയുള്ള 70 സെന്റ് സ്ഥലം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 3.5 ലക്ഷം റുപ്യ മാത്രമെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. കാരണം അതിപ്പോ വിൽക്കുകയാണെങ്കിൽ 10 ലക്ഷം കിട്ടും ഒരു സെന്റിന്. അത്രയും നല്ല ടൗണിന്റെ സെന്ററിലാണ്. എടുക്കാൻ ആളുണ്ട്, പക്ഷെ നമ്മൾ വിൽക്കാൻ വേണ്ടിയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ അതിന് 1 സെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞ് തരണോന്നാണ്. അൽഹംദുലില്ലാഹ്, അയാൾ 1 സെന്റ് തരാന്നും പറഞ്ഞു. അല്ല, തരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കള്ളു കുടിക്കണമെന്ന് ഉപദേശിക്കുന്ന മനുഷ്യന്മാര് ഇതിന് സമാധാനത്തിന് നല്ല സമാധാന. കള്ളു കുടിച്ചിട്ട് സമാധാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനം അല്ലാഹുവിനെ സ്മരിക്കുന്നതിലാണ്, അതിനപ്പുറം സമാധാനമില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ കള്ള് ലഹരി ചിന്തിക്കരുത് കേട്ടോ. ജീവിതത്തിൽ ആരെങ്കിലും ദുർബല നിമിഷത്തിൽ വല്ല തെറ്റും വന്നവരുണ്ടെങ്കിൽ
അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. ഒരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് ഇറങ്ങി വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അതാ വരുന്നു ഒരാള്, യമൻകാരനാണ്. അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, മുന്നോട്ട് അടുക്കണ്ട, പിന്നെന്ന് പറ്റി കസേരങ്ങ് മാറ്റിക്കണ്ട മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഓ നബിയേ, യമനിൽ ഞങ്ങളിൽപ്പെട്ട പലരും കുടിക്കുന്നൊരു പാനീയമുണ്ട്. ആ പാനീയം കള്ളല്ല, ഖംറല്ല, കള്ളല്ല, കുടിക്കുന്നൊരു വെള്ളമുണ്ട്. ഉടനെ തന്നെ നബി തങ്ങളുടെ ചോദ്യം, അവ മുസ്കിറുൻ ഹുവ, അത് ലഹരി ഉണ്ടാക്കുന്നതാണോ? ലഹരി ഉണ്ടാക്കുന്നതാണോ? ഖാല നഅം, അതെ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമു തന്നെ, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം കള്ളു തന്നെ. ലഹരിയുള്ള സാധനം വല്ലവനും കുടിച്ചാൽ, ലഹരി ഉണ്ടാകുന്ന വസ്തു വല്ലവനും കുടിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹ് ഏറ്റെടുത്തൊരു കടപ്പാടാണ്, ബാധ്യതയാണ്. അല്ലാഹ് ആരോടും കടപ്പാടില്ല, പക്ഷെ അല്ലാഹ് ചില കാര്യം സ്വന്തം ഏറ്റെടുക്കലുണ്ട്. അല്ലാഹ് ഏറ്റെടുത്തൊരു സംഗതിയാണ്, അയ്യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, ലഹരി കുടിക്കുന്നവനെ അല്ലാഹ് തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നു, അമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാരെ ശരീരത്തിൽ നൊലിക്കുന്ന നീര്, ചലം, നരകക്കാരെ ശരീരത്തിൽ നൊലിക്കുന്ന നീരും ചലവും, അതാണ് തീനത്തുൽ ഖബാൽ. ഓ മുസ്ലിമീങ്ങളെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ചിന്തിച്ചോ? ആരാണ് നരകക്കാരെന്ന് പറയുന്നത്? അബൂജഹൽ നരകക്കാരനാണ്, ഉത്ബത്ത് നരകക്കാരനാണ്, ഫിറഔൻ നരകക്കാരനാണ്, നമ്രൂദ് നരകക്കാരനാണ്. അവരൊക്കെ അമ്പിയാക്കളെ പ്രതിപക്ഷത്തുള്ളവരാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കളല്ലേ നരകക്കാരെന്ന് പറയുന്നത്? ഫിറഔൻ അല്ലാഹുവിന് പകരം ഞാൻ റബ്ബാണെന്ന് വാദിച്ച ധിക്കാരിയാണ്. പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയ അക്രമിയാണ്. നമ്രൂദ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട ധിക്കാരിയാണ്. അതേ അബൂജഹൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും ശല്യം ചെയ്ത വ്യക്തിയാണ്. അറിയാമല്ലോ, ഈ മനുഷ്യന്മാര് നരകക്കാരല്ലേ? ആ നരകക്കാരെ ശരീരത്തിൽ ഒലിക്കുന്ന നീരും ചലവും നിങ്ങളതിന്റെ ഗൗരവം ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? നിങ്ങൾ നോക്കൂ, ഈ ഭൂമിയിലുള്ള തീ, ഈ ഭൂമിയിലുള്ള തീന്റെ 70 ഇരട്ടി ചൂടാണ് ജഹന്നമിന്റെ തീ. ഇവിടെയുള്ള തീ കൊണ്ട് തിളച്ചു മറിയുന്ന ചൂടുവെള്ളം ശരീരത്തിൽ ഒഴിഞ്ഞു പോയാൽ തന്നെ ശരീരം പൊക്കിള പൊങ്ങി, ശരീരത്തിൽ നീരൊലിച്ചു, ചലപൊലിച്ചു. എങ്കിൽ ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ആ തീയിലേക്ക് അതാ ലക്ഷണം കെട്ട ഫിർഔൻ പോയി വീഴുമ്പോൾ, നമ്രൂദ് വീഴുമ്പോൾ, അബൂജഹൽ വീഴുമ്പോൾ, അവരെ ശരീരം മുഴുക്കെ പൊക്കിള പൊങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചലമൊലിക്കുമ്പോ, നീരൊലിക്കുമ്പോ അത് നക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, അത് കുടിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, അതുപോലെ ഗതികെട്ടവൻ വേറെയുണ്ടോ? അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും നീ ലഹരി ചിന്തിക്കല്ല കേട്ടോ, കള്ള് ചിന്തിക്കല്ല കേട്ടോ, ബ്രാഡിയും വിസ്കിയും ബാറും ബീറും ചിന്തിക്കല്ല കേട്ടോ.
അള്ളാഹുവിങ്കലേക്കൊരു യാത്രയുണ്ടെന്ന ബോധത്തോടെ, എല്ലാ പവറും നശിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന ബോധത്തോടെ നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണം. അല്ല നമ്മളെ രഹസ്യമറിയുന്നു, പരസ്യമറിയുന്നു. ആ റബ്ബിലേക്ക് തൗബ ചെയ്ത് ജീവിക്കണം. എപ്പോഴും മാപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഈ പാവപ്പെട്ട ഞാനിവിടെ വന്നപ്പോ ഇവിടെയുള്ള പ്രവർത്തകന്മാർ ഞങ്ങൾക്കൊരു വഅദ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ആരോടും വഅദ് പറയാൻ ഈ പാവപ്പെട്ടവൻ അർഹതയില്ല. ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ എന്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കേണ്ട പാപി ഞാൻ തന്നെയാണെന്ന് ഞാൻ കരുതണം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും കരുതണം. അല്ലാഹു ജല്ല ജലാലുഹു ജീവിതത്തിൽ വന്ന സർവ്വ പാപങ്ങളും പൊറുത്ത് നമ്മെ ശുദ്ധീകരിക്കട്ടെ. നമ്മളെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു കിബ്റില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ ഖൽബ് വളരെ ശുദ്ധിയായ നിലക്ക് നമുക്ക് അല്ലാഹു തന്ന അവയവങ്ങളും ശരീരവും മനസ്സും അല്ലാഹുവിലേക്ക് തിരിച്ച് തഖ്വയോടെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകട്ടെ. ഇവിടെ മദ്രസ നടത്തുന്നു, മറ്റ് ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതോടുകൂടെ ഈ പരിപാടിക്കും നല്ല ചെലവുകളുണ്ടാകും. നിങ്ങൾക്ക് നല്ല സംഭാവനകൾ തരണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, കുറ്റ്യാടി സിറാജുൽ ഹുദ അതൊരു അത്ഭുതകരമായ സ്ഥാപനമാണ്. അതിന്റെ തുടക്കം മുതലേ അത്ഭുതമാണ്, ഇന്നും അത് അത്ഭുതമാണ്. ആ മഹത്തായ സ്ഥാപനത്തിന്റെ 20ാം വാർഷിക സമ്മേളനം ഉണ്ട്. പച്ചയായി വലിയ മഹാന്മാരുടെ മക്ബറ 1964 പച്ചയായി പറിച്ചു നീക്കി തകർത്ത പ്രദേശം, സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളും മദ്രസകളും ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൈയടക്കി ഭരിച്ച പ്രദേശം, പണ്ഡിതന്മാര് തലപ്പാവ് ധരിച്ചു പോകുമ്പോൾ കൂക്ക് വിളിക്കുകയും തലപ്പാവ് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്ത പ്രദേശം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, ഉസ്താദുമാരുടെ പൊരുത്തവും ദുആയും ബർക്കത്തും കൊണ്ട് ഓലഷെഡ് കെട്ടി തുടങ്ങിയ ആ സ്ഥാപനം ഇപ്പോൾ അതിന്റെ കീഴിൽ 50ഓളം പള്ളി നിർമ്മിച്ചു. അതുപോലെ തന്നെ 25 മദ്രസ സ്ഥാപിച്ചു. അതിന്റെ കീഴിൽ ദഅവാ കോളേജ്, അറബി കോളേജ്, അതുപോലെ സയൻസ് കോളേജ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചു. എല്ലാ സ്കൂളിലും എത്തിയ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ വനിതാ കോളേജ് ഇപ്പോൾ ബിൽഡിംഗിന്റെ പണി നടക്കുന്നു. അങ്ങനെ തുടങ്ങി അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദയുടെ നേരിൽ തന്നെ കീഴിലുള്ള സ്ഥാപനങ്ങൾ 25 സ്ഥാപനങ്ങൾ 32ഓളം കെട്ടിടങ്ങളിലായി 8 കേന്ദ്രങ്ങൾ 8 പ്രദേശങ്ങളിലായി അല്ലാഹു തആല തന്നിട്ടുണ്ട്. പള്ളിയും മദ്രസയും കൂടാതെ തന്നെ ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശത്തും സ്വദേശത്തുമുള്ള എത്രയോ മുഅ്മിനീങ്ങൾ അതിനുവേണ്ടി സഹായിക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഇന്ന് നേരം വെളുത്തപ്പോഴും എന്റെ അടുക്കൽ നമ്മുടെ മൂസ മുസ്ലിയാർ വന്നു. ഈ ഒളവട്ടൂരിലും പരിസരങ്ങളിലുള്ള എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും മറ്റും ആ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവർ ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എന്റെ മുന്നിൽ തന്നെ സിറാജുൽ ഹുദ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അല്ലാഹു അവർക്കൊക്കെ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാ സ്ഥലത്തും സിറാജുൽ ഹുദയുടെ സമ്മേളന പ്രചരണം നടത്തണം. അത് മാത്രം പോരാ, മലപ്പുറം ജില്ലയിൽ ഇഹ്യാഉസ് സുന്നയുടെ സമ്മേളനം ഒതുക്കുങ്ങലിലുണ്ട്, മജ്മഈന്റെ സമ്മേളനം വെട്ടിച്ചിറയിലുണ്ട്, ജാമിഅ സയ്യിദിയുടെ സമ്മേളനം കാസർഗോഡുണ്ട്, മഖറിന്റെ സമ്മേളനം ശേഷം വരുന്നുണ്ട്, ഹിക്കമിയുടെ സമ്മേളനം വേറെ വരുന്നുണ്ട്, അതുപോലെ ഹസനിയുടെ സമ്മേളനം പാലക്കാട്ടുണ്ട്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം, എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കണം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒരൊറ്റ ഖൽബായി അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ സിറാജുൽ ഹുദയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം. നിങ്ങളൊക്കെ ഏതായാലും സിറാജുൽ ഹുദയിൽ വരുമെന്ന് എനിക്കറിയാം. അതേസമയത്ത് വരാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നില്ല, വരുത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങളൊക്കെ എല്ലാവരെയും വരുത്തണം, എല്ലാവർക്കും പരിചയപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകമായി പറയുന്നു. നിങ്ങളൊക്കെ ഏതായാലും വരും എന്ന നിലക്ക് വീട്ടുകാരെ ക്ഷണിക്കലില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ വീട്ടുകാരെ പോലെ കണ്ടിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നില്ല, ക്ഷണിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, ദിക്ർ ചൊല്ലണം, ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസായി നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവരണം. നബി സല്ലല്ലാഹു നിങ്ങൾ പിരിവെടുത്തിട്ട് എന്നെ ദീന നടത്തി ഉഹദ് പർവ്വതം സിറാജുൽ ഹുദയിലെ മായിച്ചോളാം. ഇപ്പൊ ഇവിടത്തേക്ക് സംഭാവന വയ്ക്കുകയാണ്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയത് സിറാജുൽ ഹുദ തന്നെ കൊടുക്കണം. അതിവിടെ കൊടുത്താൽ മതിയാവില്ല, അത് നിങ്ങൾ ഞാൻ കൊടുത്തോളൂ. അതേ സമയത്ത് ഇവിടത്തേക്ക് എല്ലാവരും സംഭാവന തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ
ഉഹുദ് പർവ്വതം വന്ന് ഞങ്ങൾ പൊന്നായി തട്ടെ ചോദിച്ചു. വേണ്ടാറ്. എന്നിട്ട് പിന്നെ പാവപ്പെട്ട സഹാബത്തിനോട് കൊണ്ടിരുന്നതിന് പിരിവെടുത്തു. എല്ലാ സഹാബികളും പിരിവെടുത്തിട്ട് ദീനുൽ ഇസ്ലാം നടത്തി. എന്റെ ഈ ഉഹുദ് പർവ്വതം വന്ന് പൊന്നായി തരാറും ആയിക്കോട്ടെ തന്നെ പോരെ. ഹേയ്, അത് റസൂലുള്ളാഹിക്ക് കഴിയൂല, എന്നെ പോലെ തന്നെ കഴിയൂല. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീന് നിലനിൽക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരക്കാരായ ആലിമീങ്ങൾക്ക് അവർക്ക് ദീന് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ സാധുക്കളോട് പിരിവെടുക്കണം, മോമിനികളോട് പിരിവെടുക്കണം. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പിരിവെടുത്ത് എന്നെ പഠിപ്പിച്ചു വന്നു. സ്വർണ്ണമായി തരാന്ന് പർവ്വതം പറയുമ്പോൾ വേണ്ട എന്ന് പറയും. എന്നിട്ട് പിരിവെടുത്തു. ആര് പിരിവെടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ നടത്തിയത്. അതുകൊണ്ട് നമ്മളൊക്കെ നന്നായിട്ട് സംഭാവന കൊടുക്കണം. ഞാനിപ്പോ വരുമ്പോ ശൂന്യല്ലാത്തൊരു മൗലവിന്റെ പ്രസംഗം ഞാൻ ലാപ്ടോപ്പിൽ വെച്ചിങ്ങനെ കേട്ടു. ഞാൻ കേട്ടിട്ട് നിങ്ങളാരും കേൾക്കാൻ പോണ്ട. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഹറാമായിരിക്കും, എനിക്കത് വുജൂബായിരിക്കും. ഇപ്പൊ പറഞ്ഞു കുടുങ്ങിപ്പോണ്ടല്ലോ, അള്ളാന്റെ ഒക്കെ കുടുങ്ങണ്ടാച്ച് പറഞ്ഞാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഹറാമാകും, എനിക്കത് വുജൂബാകും. അങ്ങനെയാണ്. ഒരു കുഷ്ഠരോഗിന്റെ അടുത്ത് ഒരു സാധാരണക്കാരൻ പോയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു പകർച്ചവ്യാധി ഉള്ളവന്റെ അടുക്കൽ ഒരു സാധാരണക്കാരൻ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ അവിടെ പോണ്ട, കാരണം നിങ്ങൾക്കും കൂടിയ രോഗം പകരണ്ട. ഡോക്ടർക്ക് വെറുപ്പുണ്ടായിരുന്നല്ല. അതേസമയത്ത് അപ്പൊ ഡോക്ടർ സൂചി വെക്കാൻ പോകുന്നുണ്ടല്ലോ, അത് നിങ്ങൾ നോക്കണ്ട, ഡോക്ടർക്ക് പോലും നിർബന്ധമാണ്. ഡോക്ടർ പോലും നിർബന്ധമാണ്. അയാൾക്ക് അതിന്റെ മരുന്നും അറിയാം, അയാൾക്ക് അതിന് പുരട്ടേണ്ട മരുന്നും അറിയാം, കുടിക്കേണ്ട മരുന്നും അറിയാം. അതേസമയത്ത് അല്ലാത്തവന് പോയി ആ രോഗം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരത്തിന് മുറിവേറ്റാൽ ഒരു നിലക്ക് ഉണങ്ങിയില്ലെങ്കിലും മരിക്കുന്നതോടെ പരിഹരിച്ചു. ആത്മാവിന് മുറിവേറ്റാൽ, ഈമാനിന് മുറിവേറ്റാൽ മരിക്കുന്നതോടുകൂടി അതിന്റെ പ്രശ്നം തുടങ്ങുകയാണ്. അപ്പം ഈമാനിന് മുറിവേൽക്കുന്നതാണ് ഏറ്റവും ഭയപ്പെടേണ്ടത്, ശരീരത്തിന് മുറിവേൽക്കുന്നതല്ല. ഉറുമി വീശുന്ന സ്ഥലത്ത് നിങ്ങൾ ആരും നിൽക്കൂല, മാറിക്കളിയും. തട്ടിപ്പോകുന്നു പേടിച്ചിട്ടാ, ശരീരത്തിന് മുറിയുമെന്ന് പേടിച്ചിട്ടാ. എന്നാൽ സുന്നത്തിമാത്തിനെതിരായ ആശയം പറയുന്ന സ്ഥലത്ത് ഒരിക്കലും പോയി നിൽക്കാൻ പാടില്ല. കാരണം അത് ഈമാനിന് മുറിവേൽക്കുന്ന ആയുധമാണ് അവിടെ പ്രയോഗിക്കുന്നത്. ഒരിക്കലും പോയി നിൽക്കാൻ പാടില്ല. ഈമാൻ ഏറ്റവും വില പിടിച്ചതാ. ആ ബോധം നമുക്കുണ്ടാകണം. അപ്പൊ ഞാൻ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുമ്പോ ഒരു മൗലവി എന്നെ പരിഹസിച്ചിട്ട് പറയാ, നമ്മുടെ പിരിവ് വീരൻ, എന്നെ കൊണ്ട് പറയാണ് പിരിവ് വീരൻ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അയാൾ പിരിവെടുക്കുന്നു, ആളുകളോട് പിരിവെടുക്കുന്നു. പിരിവെടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ നടത്തിയത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖ. അധികം ആളുകളുടെ സംസാരത്തിലും ഖൈറില്ല. ഖൈറുള്ള സംസാരം ഇല്ലാ മൻ അമറ ബിസ്സദഖ, ധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന സംസാരമാണ്, ധർമ്മം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന സംസാരമാണ് ഏറ്റവും ഖൈറായ സംസാരം. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ പോരാ, ഖുർആൻ എന്താ ഉള്ളത് മനസ്സിലാക്കണം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖ ഔ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുന്ന സംസാരം, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്ന സംസാരം, തമ്മിലടുപ്പിക്കുന്ന സംസാരമല്ല. അതാണ് ഏറ്റവും ഖൈറായ സംസാരം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം ഏറ്റി തരുമാറാകട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, തഖ്വയോടെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും മരിച്ചുപോയവരുടെ പേരിൽ ദിക്റ് ചൊല്ലണം. ഒരുപാട് ആളുകൾ മരിച്ചുപോയി. എത്രയോ ആൾ. ഇന്ന് ഞാൻ മരിച്ച ഒരു വീട്ടിൽ പോയി, അതുപോലെ തന്നെ ഇന്നലെ പോയിട്ടുണ്ട്, മിഞ്ഞാന്ന് പോയിട്ടുണ്ട്. മരിച്ച് എത്ര ആളാ മരിച്ചത്? നമ്മുടെ കൂട്ടത്തിൽ ജമലുൽ തങ്ങൾ മരണപ്പെട്ടു പോയി, CK ഉസ്താദ് ഈ അടുത്ത് മരിച്ചുപോയി, KT ഉസ്താദ് മരിച്ചുപോയി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടു പോയി. അങ്ങനെ എത്ര തങ്ങന്മാരും ആലിമീങ്ങളും ഒക്കെ മരിച്ചുപോയി. അള്ളാഹു എല്ലാവരുടെ ഖബറിനെയും സന്തോഷത്തിലാക്കട്ടെ. നല്ല കാര്യം ചെയ്തവർക്ക് എപ്പോഴും നന്ദി വേണം. നല്ല കാര്യം ചെയ്തവരോട് എപ്പോഴും നന്ദി വേണം. സിറാജുൽ ഹുദക്ക് 7 ലക്ഷം റുപ്യ ഒരു അറബി തരാന്ന് വേണം. അയാൾ നിബന്ധന വെച്ചു, ശിഹാബ് തങ്ങളെ കത്ത് വേണം. എപ്പോ ഇന്നും ഇന്നലെന്നല്ല, ഒരു 12-13 കൊല്ലം മുമ്പാ സംഘടനയിൽ വലിയ രൂക്ഷമായ പോരാട്ടം നടക്കുന്ന സമയം. ഞാൻ ധൈര്യത്തോടെ പാണക്കാട് പോയി, തങ്ങളെടുത്ത് ഒരാളെയും കൂട്ടിട്ട് പോയി, ഉപ്പർക്ക് അറിയുന്ന ഒരാളെയും കൂട്ടിട്ട് പോയി. തങ്ങളെ കത്തുണ്ടെങ്കിൽ 7 ലക്ഷം റുപ്യ ഒരു അറബി സിറാജുള്ളവർക്ക് ഒരു കത്ത് തരണത്. പ്രൈവറ്റ് ആയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് എന്നോട് ഒരൊറ്റ കുട്ടിക്ക് ഞാൻ കത്ത് കൊടുക്കാറില്ല, ഞാൻ പ്രസിഡന്റാണ് പല കമ്മിറ്റിന്റെ, അവർക്കും കൊടുക്കലില്ല, പക്ഷെ നിങ്ങൾക്ക് ഞാൻ കത്ത് തരാം. സിറാജുൽ അപ്പൊ തന്നെ കത്തെഴുതി തന്നു. എന്നോട് ആരോടും പറയരുത് കേട്ടോ എന്ന്. ഞാനതുകൊണ്ട് തന്നെ ആരോടും പറഞ്ഞില്ല. വഫാത്തായപ്പോ പറഞ്ഞു. കാരണം അത് ആരോടും പറയരുത് തന്നെ. എന്താ പിറ്റേന്ന് നോക്ക് കത്തിന് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും. ഇനിയിപ്പം കത്തിന് ആരും അങ്ങ് പോകില്ലല്ലോ, ആരോ വരും മക്കബറിന്റെ അടുത്ത് പോകും ആരെങ്കിലും കത്തിന്. അതുകൊണ്ട് ഇനി പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നല്ല കാര്യം ആര് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നന്ദി വേണം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മോമിനിയും ഒക്കെ വേണ്ടി ദ്വാരക്കണം. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും ഖബറിനെയും സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീകളിൽ പെടുത്തട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.